കശ്മീരിലെ ജനങ്ങളുടെ പിന്തുണയില്ലാതെ, ജനങ്ങൾ എന്നത് ഒരു വലിയ സംഖ്യ ആകണമെന്നില്ല, അവിടുത്തെ ആളുകളുടെ, ലോക്കൽ പീപ്പിളിൻ്റെ പിന്തുണയില്ലാതെ ഇത്തരം ഭീകരവാദ സംഘടനകൾക്ക് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് മുൻകാല അനുഭവം എന്ന പോയിന്റിലാണ് അങ്ങ് എത്തിയത്. അപ്പോഴാണ് അമിത്ഷാ ഈ അവിടെ പരിക്കേറ്റ ആളുകളെ സന്ദർശിക്കേണ്ട ദൃശ്യങ്ങളൊക്കെ വന്നത്. അങ്ങേക്ക് തുടരാം. അപ്പോൾ ഇപ്പോഴും അത്തരമൊരു പിന്തുണയുണ്ടോ? അതിനുള്ള സാഹചര്യമുണ്ടോ? അന്തരീക്ഷം ഒന്ന് മാറിയിട്ടില്ലേ? പണ്ടത്തതിനേക്കാളും വളരെയധികം വ്യത്യാസമുണ്ട്. ആദ്യം ഞാൻ പോയപ്പോൾ 1993-94 ഇത് തുടങ്ങിയത് ഇതിലായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾക്ക് ഏറ്റുമുട്ടൽ ഉണ്ടാകുമായിരുന്നു. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോയി അന്വേഷിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുകയോ അതിനെ ആധാരിച്ചിട്ട് നമുക്ക് സ്ഫോടക വസ്തുക്കൾ, ആയുധങ്ങളൊക്കെ എടുക്കുമായിരുന്നു. അന്നത്തെ കണക്കനുസരിച്ച് ഒരു കാശ്മീരിലെ ഒരു പൗരനുണ്ടെങ്കിൽ അയാളുടെ പുറകിൽ ആയുധങ്ങളുടെ എണ്ണം മൂന്നെണ്ണം. അതായത് അത്രയും ആയുധങ്ങൾ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. അവർ പല സ്ഥലങ്ങളിലും ഇത് കുഴിച്ചു മൂടി ഗ്രീസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റാവുന്ന വിധത്തിൽ ഇതാണ്. പിന്നെ കുറെ ആളുകളെയൊക്കെ അവർ റിക്രൂട്ട് ചെയ്തിട്ട്, അതായത് സ്ലീപ്പിംഗ് ഏജൻസ് ആയിട്ട് വെക്കും. അത് അവർ ഉറങ്ങുന്നവരാണ്. അവർക്ക് എന്തെങ്കിലും ഒരു സൂചനയോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശമോ കിട്ടുന്നത് വരെ അവർ ഒന്നും ചെയ്യാതിരിക്കും. അത് കഴിഞ്ഞിട്ടേ ഒരു വരൂ. അതായത് പിന്നെ ഉള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ, സ്ഫോടക വസ്തുക്കളുടെ 2-3 തരം, ഡൈനാമൈറ്റ് ഒരു സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ എക്സ്പ്ലോസീവ്സ്, പിന്നെ അതിന്റെ ഫ്യൂസസ് വേറെ സ്ഥലങ്ങളിലായിരിക്കും. അപ്പൊ അതും 2 തരം ആളുകളായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഇതിനപ്പുറം മുകളിൽ വേറെ ആളുകളുണ്ടാകും. അവർ ഇതെല്ലാം സംഘടിപ്പിച്ചിട്ട് ആണ് ഇതെല്ലാം നടത്തുന്നത്. അപ്പൊ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു മനുഷ്യ ഒരു വല പോലെ തന്നെ അവർ ഇങ്ങനെ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുറെ നാളത്തെ പട്ടാളത്തിന്റെയും സർക്കാരിന്റെയും എല്ലാ പ്രയത്നങ്ങൾക്ക് ശേഷവും അത് തീർത്തും ഉന്മൂലനം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും ഒരു 100 വിത്തിടുകയാണെങ്കിൽ നമ്മൾ 90 നശിപ്പിച്ചാലും പിന്നെയും 10 വിത്തിടുക. അങ്ങയുടെ വികാരം അത് വ്യക്തമാകുന്നുണ്ട്. ഒരടിക്ക് 3 തിരിച്ചടിയെങ്കിലും വേണം. ശിക്ഷിച്ച് തന്നെ വീണ്ടും ആക്രമണം ഉണ്ടാകാതെ തടയേണ്ടതുണ്ട് എന്നതാണ് താങ്കളുടെ മുൻ സൈനികൻ നിലയിലുള്ള താങ്കളുടെ വികാരവും.